പാലാ നഗരസഭയിൽ UDF-ന് ഭരണം നഷ്ടമായി. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. അവിടെ കഴിഞ്ഞ കുറേ കാലമായിട്ട് വലിയ തരത്തിലുള്ള പ്രതിസന്ധി തുടരുകയായിരുന്നു. നഗരസഭാ അധ്യക്ഷ ദിയ ബിനു പുളിക്കക്കണ്ടം എന്നിവരുടെ നേതൃത്വത്തിനെതിരെ കോൺഗ്രസിൻ്റെ മറ്റുള്ള അംഗങ്ങൾക്ക് പ്രശ്നവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ കാലമായിട്ട് അവിടെ തുടരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കൊടുവിലാണ്, ഭരണപ്രതിസന്ധികൾക്കൊടുവിലാണ് ഇപ്പോൾ UDF-ന് ഭരണം നഷ്ടമായിരിക്കുന്നത്. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി എന്നതാണ് വിവരം വന്നിരിക്കുന്നത്. അജിത്ത് വിശദാംശങ്ങൾ നൽകും. അജിത്ത്, ഒരർത്ഥത്തിൽ പ്രതീക്ഷിച്ച കാര്യം നടന്നിരിക്കുന്നു. എന്താണ് ഉണ്ടായത്? കോൺഗ്രസ് അംഗങ്ങളായിരുന്നു, അതിന് പിന്നാലെയാണ് LDF അംഗങ്ങൾ തീർച്ചയായും പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നത്. 17 പേർ വോട്ട് ചെയ്താണ് ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. ഇപ്പോൾ അവർ പുറത്തേക്ക് വരുന്ന സാഹചര്യമാണുള്ളത്. ഏതാണെങ്കിലും അവിശ്വാസം പാസ്സാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 17 പേർ വോട്ടാണ് നിന്ന് പ്രതിപക്ഷ നേതാവ്. ഇത് കാലം കാത്തുവെച്ച ഒരു കാവ്യനീതിയാണിത്. നമുക്കറിയാം, കഴിഞ്ഞ മുനിസിപ്പൽ ഇലക്ഷൻ ജയിക്കുന്നതിന് വേണ്ടി MLA-യും ജോസഫ് ഗ്രൂപ്പും അതുപോലെ തന്നെ MP കൂടി ചേർന്ന ഒരു അവിശ്വസ്ത കുടുംബ മുന്നണിയുമായി ചേർന്ന ഒരു അവിശ്വസ്ത കൂട്ടുകെട്ടായിരുന്നു ഇത്. ഈ അവിശ്വസ്ത കൂട്ടുകെട്ടാണ് ഇവിടെ താഴ്ന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും ഈ കുടുംബ കൂട്ടായ്മയുമായി ചേർന്ന് ഒരു ഭരണത്തിനുമില്ല എന്ന് തീരുമാനിച്ചത് ഈ കാവ്യ നടക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ കാലത്ത് കുടുംബ കൂട്ടായ്മയിലെ പ്രധാനപ്പെട്ട ആൾക്കാർ പറഞ്ഞിരുന്നത് കേരള കോൺഗ്രസ് നേതാക്കന്മാരാണ് അവർക്ക് കിട്ടാത്ത ചില കാര്യങ്ങൾ കിട്ടാത്തതിന് കാരണക്കാരൻ. പക്ഷെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം, ദൈവം താലത്തിൽ വെച്ചു കൊടുത്ത ചെയർമാൻ സ്ഥാനവും വൈസ് ചെയർമാൻ സ്ഥാനവും സ്വന്തം കൂട്ടത്തിലുള്ളവരെ പിടിച്ചു നിർത്താൻ സാധിക്കാത്തത് ആരുടെ കുഴപ്പമാണ്? പാർട്ടി നേതാവിന്റെ കുഴപ്പമാണോ? അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്കിടം പാലായ്ക്ക് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു, പാലായ്ക്ക് ഒരു SS ഉണ്ടായിരുന്നു. മാണിസാറ് വിഭാവനം ചെയ്ത പാല, നല്ല സുന്ദരമായൊരു പാല, അതിന്റെ ആ കാലഘട്ടത്തിന്റെ ഒരു കോട്ടമാണ് കഴിഞ്ഞ 6 മാസക്കാലം വന്ന്. ഈ ഭരണം എങ്ങനെയായിരിക്കും? നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചന നടത്തിയിട്ടുണ്ട്? ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇത് രാഷ്ട്രീയമായിട്ടല്ല, ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിശ്വാസം, നിങ്ങൾക്കറിയാം, അവിശ്വാസം ആദ്യം പ്രകടിപ്പിച്ചത് ഞങ്ങളല്ല. സാങ്കേതികമായിട്ട് ഞങ്ങൾക്കാണ് 3-1 ഭൂരിപക്ഷം വേണ്ടത്. അപ്പൊ 3-1 കോറം വേണം. അത് ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ ചെയ്തു. അതിനു മുമ്പ് തന്നെ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയിലെ കൗൺസിലർമാരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രമേയം അവതരിപ്പിച്ചു. അപ്പം പാലായ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. ഏതാണെങ്കിലും വലിയ പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ പ്രതികരണത്തിന്റെ പ്രാധാന്യം വളരെ പ്രസക്തമാണ്. കാരണം പാലാ നഗരസഭയെ സംബന്ധിച്ച് വളരെ നിർണായകമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നു. പാലയെ ഭരണമാറ്റം എന്ന് പറയുന്നത് പാലയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയമായി പ്രാധാന്യം അർഹിക്കുന്നത് കൂടിയാണ്.